ഒപ്പം ശ്രീ സിബി മലയിൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സിബി മലയിൽ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെന്ന് മാത്രമല്ല ഓരോ മലയാളികളും സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിൽ. ഇനിയും ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളെ അറിയാനുണ്ട് എന്നതാണ് മലയാളികളും പ്രതീക്ഷിച്ചിരുന്നത്. അത് ഉണ്ട് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ തിരികെ എത്തിക്കുന്നതും. സംസാരിച്ചിരുന്നോ? എന്താണ് അറിയാൻ കഴിഞ്ഞത്? താങ്കളുടെ സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നു? തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവരും അത്രമാത്രം അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4-5 മാസക്കാലം അദ്ദേഹം കടന്നു പോകുന്ന അവസ്ഥകളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ വേദനിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാവരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്കെല്ലാം ഇന്ന് ഫലം കണ്ടിരിക്കുന്നു. മമ്മൂട്ടി എന്ന് പറയുന്നതും കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ നമുക്ക് എന്നും മമ്മൂട്ടിയുടെ ഒരു പേര് പരാമർശിക്കാതെ ഒരു മലയാളിയുടെ ജീവിതവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു തിരിച്ചുവരവ് അത്രമാത്രം നമ്മളെ സന്തോഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ തന്നെ റിലീസിന് തയ്യാറായിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിനപ്പുറം മോഹൻലാലുമായിട്ടുള്ള ഒരു ചിത്രം പറഞ്ഞു കേൾക്കുന്നു. മറ്റ് ചില പ്രോജക്റ്റുകൾ അദ്ദേഹം ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് കേൾക്കുന്നു. മലയാളത്തിന് കാത്തിരിക്കാൻ എന്തൊക്കെയാണ് ഉള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹം പൂർത്തീകരിച്ചു വെച്ചിരിക്കുന്ന സിനിമകൾ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടാതെ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ, മോഹൻലാലുമായി ചേർന്ന് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയ ഒരു സിനിമ അതും പൂർത്തീകരിക്കേണ്ടതാണ്. അതായിരിക്കും അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. തുടർന്നും അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള, തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ചില പ്രോജക്റ്റുകളുണ്ട്. അതും പുറകെ സംഭവിക്കുക തന്നെയും. ഏതായാലും നമുക്ക് മമ്മൂട്ടി എന്ന ആ മഹാനടനെ വീണ്ടും തിരശ്ശീലയിൽ ഏറ്റവും ആർജവത്തോടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതുള്ളൂ. അദ്ദേഹത്തെ പോലെ സിനിമ ഇത്രമാത്രം ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന, ഓരോ ദിവസവും അദ്ദേഹം ശ്വസിക്കുന്നത്, സംസാരിക്കുന്നത്, ചിന്തിക്കുന്നതെല്ലാം സിനിമ മാത്രമാണ്. ഈ 4.5 പതിറ്റാണ്ടിലുള്ള ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇടവേള സംഭവിക്കുന്നത്. ആ ഇടവേള അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു വീണ്ടും സജീവമായി സിനിമയിലേക്ക് എത്തുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ഇനിയും കാണാനിരിക്കുന്ന അത്ഭുതകരമായ അഭിനയ കാഴ്ചകൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും തിരിച്ചുവരവിന്റെ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്, അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ വിട്ടുനിൽക്കൽ അദ്ദേഹത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. താങ്കളുടെ വ്യക്തിപരമായ അനുഭവം എങ്ങനെയാണ്? ഈ അസുഖ സമയത്ത് വിളിച്ചിരുന്നപ്പോൾ അതിനെ മറികടന്ന് ഉള്ള മടങ്ങി വരവിനെ കുറിച്ചൊക്കെ എന്തായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഒരുമിച്ചൊരു പടം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ വളരെ ആവേശത്തോടു കൂടി അതിനകത്ത് ഇൻവോൾവ് ആവുകയും ഞാൻ അതിന്റെ കഥയും അതിന്റെ സ്ക്രീൻ പ്ലേയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. അത് എന്നെയും അദ്ദേഹത്തിന്റെ അസുഖം എന്ന് പറയുന്ന വാർത്ത വല്ലാതെ തളർത്തി കളഞ്ഞു. ഒരുമിച്ചൊരു സിനിമ ചെയ്യാനുണ്ടായ ആ സാഹചര്യം അങ്ങനെ പാതി വഴിക്ക് നിന്നുപോയല്ലോ എന്നുള്ളൊരു ഒരു ഖേദവും എനിക്കുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഈ അവസ്ഥയെ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് അഭിമുഖീകരിച്ചതെന്നുള്ളത് അടുത്തു നിന്ന് കണ്ട് എന്ന ഒരാളെന്ന നിലയിൽ അറിയാൻ കഴിയും. നിരന്തരമായിട്ട് ഫോൺ വിളികൾക്ക് അപ്പുറത്തേക്ക് മെസ്സേജുകളിലൂടെ, വാട്സപ്പ് മെസ്സേജുകളിലൂടെ തന്നെയായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. കാരണം അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാരുടെ ഫോണുകൾ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഞാൻ വാട്സപ്പ് മെസ്സേജുകളിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ ഇടപെട്ടിരുന്നത്. ഏത് നിമിഷത്തിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അതിനുള്ള മറുപടി എത്തുന്നു എന്നുള്ളതാണ്. അത്രമാത്രം ഓരോരുത്തരെയും അദ്ദേഹം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രോഗാവസ്ഥയിലൂടെയും കടന്നുപോയത്. അത് വളരെ വലിയ ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരിപൂർണമായ ആരോഗ്യത്തോടെ അദ്ദേഹം വീണ്ടും നമ്മളുടെ വെള്ളിത്തിരയിലേക്ക്, നമ്മുടെ മുമ്പിലെ തിയേറ്ററിലെ ദൃശ്യങ്ങളിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തുവാനുള്ള ഒരു അനവധി കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. തീർച്ചയായും
എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും അതുകൊണ്ട് തന്നെ ആ വാർത്ത അത്രമാത്രം സന്തോഷത്തോടെ ഉൾക്കൊള്ളുകയാണ്. വളരെ നന്ദി ശ്രീ സിബി മലയിൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. മമ്മൂട്ടിയുമായുള്ള സംഭാഷണങ്ങളും ഈ വിവരം അറിഞ്ഞതിന് ശേഷമുള്ള സംഭാഷണങ്ങളെക്കുറിച്ചും മറ്റും നേരത്തെ നടത്തിയ സംഭാഷണങ്ങളെക്കുറിച്ചും ഒക്കെയും ഓരോരുത്തർ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കെ സി വേണുഗോപാൽ എം പി കൂടി ചേരുകയാണ്. ശ്രീ കെ സി വേണുഗോപാൽ, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഷെയർ ചെയ്യപ്പെടുകയും സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയൊക്കെ ആരാധകരും ഒക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. കേരളം അത്രമാത്രം കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു തിരിച്ചുവരവാണ്. ഒരു ചെറിയ കാലത്തെ വിടവ് പോലും അത്രമാത്രം മിസ് ചെയ്തു കേരളം എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി മനസ്സിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ പുറത്താരും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ ജനങ്ങൾ എത്രമാത്രം ആശങ്കാകുലരായിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ അദ്ദേഹം ക്ലിയറായി തിരിച്ചു വന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാ നേതാവ് നടനാകുകയും സിനിമയിൽ ശോഭിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷെ ജനമനസ്സുകളിൽ നിലപാടുകളെടുത്ത് സ്ഥാനമുണ്ടാക്കുക എന്ന് പറയുന്നവർക്കാണ് പിന്നീട് വലിയ അംഗീകാരങ്ങൾ തേടി വരിക ജനമനസ്സുകളിൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഈ ഒരു തിരിച്ചുവരവ് ജനം ആഘോഷിക്കുന്നത്. കാരണം അവര് മനസ്സിനകത്ത് ആശങ്കാകുലയോടെ നിന്ന ആ കാലഘട്ടത്തിന് അന്ത്യം വന്നിരിക്കുന്നു. വളരെ ക്ലിയറായി മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്ന് കാണുന്നത് സന്തോഷകരമായി. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് ഇപ്പോഴല്ല മുമ്പ് കാലഘട്ടങ്ങളിൽ നന്നായി സിനിമ കാണുന്ന ആളായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു പല ക്യാരക്ടറും വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു. അതുകൂടാതെ അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് തിരിച്ചുവരവ് സന്തോഷകരമായിട്ട് കാണാനാണ് കണ്ടത്. അപ്പോൾ ആ പുഞ്ചിരി കേരളം ആഗ്രഹിക്കുന്ന പുഞ്ചിരിയുമായിട്ട് മമ്മൂട്ടി വരുന്നത് കാണുമ്പോൾ ഇതിലപ്പുറം വരെ സന്തോഷം നമുക്ക് എന്ത് വേണം എന്നുള്ള ചിന്തയുമായിട്ട് ജനം നിൽക്കുന്നു. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മമ്മൂട്ടി ഫാനിന്റെ പോസ്റ്റ് ആയിരുന്നോ? മമ്മൂട്ടി ഫാൻ എന്നല്ലേ, ഒരു മമ്മൂട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്നല്ലേ, ഒരു നടൻ എന്ന നിലയിൽ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുമ്പോൾ അപ്പോൾ തന്നെ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഒരു ആശയദൃഢത അദ്ദേഹം സ്വഭാവത്തിലും വെച്ച് പുലർത്താൻ ശ്രമിക്കാറുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിലും ഞാൻ പലപ്പോഴും ആകർഷണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ കെ സി വേണുഗോപാൽ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പങ്കുവെക്കപ്പെട്ട ഒരു പോസ്റ്റായിരുന്നു ശ്രീ കെ സി വേണുഗോപാലിൻ്റെ പോസ്റ്റ്. അദ്ദേഹം ആ സന്തോഷം, എത്രമാത്രം കാത്തിരിപ്പ് മലയാളികൾക്കുണ്ടായിരുന്നു എന്ന ആ സന്തോഷത്തിൽ പങ്കുചേർത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ നമ്മളോട് സഹകരിക്കുകയും ചെയ്തത്. മമ്മൂട്ടിയുമായുള്ള ഒരു സംഭാഷണം പങ്കുവെച്ച് നടൻ വി കെ ശ്രീരാമൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. അത് ഒടുവിൽ നടത്തിയ പരിശോധന കഴിഞ്ഞെന്നും രോഗമുക്തനായെന്നും അറിയിച്ചുള്ള മമ്മൂട്ടിയുടെ ഒരു സംഭാഷണമാണ് വി കെ ശ്രീരാമൻ കുറിപ്പായി പങ്കുവച്ചിരുന്നത്. വി കെ ശ്രീരാമന്റെ